കാറിലും ബസ്സിലും തുടങ്ങി വിമാനത്തിൽ വരെ ഒരു സിനിമയുടെ പ്രൊമോഷൻ എത്തണമെങ്കിൽ അത് ഒരേ ഒരു താരത്തിന് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. അതാണ് സാക്ഷാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. സ്റ്റൈൽമനന്റെ കബാലി ലോകം കീഴടക്കി ഇങ്ങനെ മുന്നേറുകയാണിപ്പോൾ. ബോക്സ് ഓഫീസിൽ പല റെക്കോർഡുകളും കബാലിക്ക് മുന്നിൽ മുട്ടുമടക്കി കഴിഞ്ഞു. റിലീസിന് മുമ്പേ തന്നെ 223 കോടിയാണ് കബാലി നേടിയത്. റിലീസ് ചെയ്ത ദിവസം മാത്രം 250 കോടി രൂപ. ഇത്രയും കളക്ഷൻ കബാലി നേടാൻ കാരണം രജനീകാന്ത് എന്ന സൂപ്പർ സ്റ്റാറിന്റെ താരമൂല്യം തന്നെയാണ്. ഇങ്ങനെ സിനിമയൊക്കെ ഹിറ്റായി കഴിയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം തിരക്കാൻ തുടങ്ങാറുണ്ട്. താരത്തിന്റെ പ്രതിഫലം എത്രയാണെന്ന്. 35 കോടി രൂപയാണ് രജനീകാന്ത് പ്രതിഫലമായിട്ട് വാങ്ങിയിരിക്കുന്നത്. മാത്രമല്ല കബാലിയുടെ ലാഭത്തിൽ ഒരു വിഹിതവും സ്റ്റൈൽമനന് സ്വന്തമാണ്. ഇങ്ങനെ കളക്ഷൻ റെക്കോർഡുകൾ മറികടന്നു പോകുന്ന കബാലി ഇനിയും കോടികൾ വാരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കൂടാതെ അതിന്റെ ഒരു ലാഭവിഹിതം രജനീകാന്തിന് കിട്ടുമെന്ന കാര്യത്തിലും. വി ക്രിയേഷൻസിന്റെ ബാനറിൽ കലൈപുലി എസ് താനുവാണ് കബാലിയുടെ നിർമ്മാതാവ്. ഇത് ശരിക്കും പറഞ്ഞാൽ പാപ്പനെ കുറിച്ചും വർക്കയെ കുറിച്ചും അതില് വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട സിഗ്നിഫിക്കന്റ് റോള് മാത്രമാണ് മേരി.